ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വനത്തിലൂടൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? പത്തനംതിട്ടയിലെ പമ്പാ നദിയും അതിനെ ചുറ്റിപ്പറ്റിയ വനപ്രദേശങ്ങളും നമുക്കിന്നൊന്ന് കണ്ടാലോ? പമ്പാ നദി കേരളത്തിലെ ഏറ്റവും വിശുദ്ധമായ നദികളിൽ ഒന്നാണ്. ശബരിമലയിലേക്ക് പോകുന്ന ആയിരക്കണക്കിന് തീർത്ഥാടകരുടെ ആത്മീയ യാത്രയുടെ ഭാഗമാണ് ഈ നദി. എൻ്റെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ കൂരത്തോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ഇവിടുന്ന് ഏകദേശം 39 കിലോമീറ്ററോളം ഉണ്ട് പമ്പയ്ക്ക്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണമല എന്ന് പറയുന്ന സ്ഥലത്തെ ഏറ്റവും വലിയൊരു പാലമാണ്. ഈ പാലത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ശബരിമലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആൾക്കാർ ആശ്രയിക്കുന്നത് ഈ പാലത്തിനെയാണ്. ഈ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ബോർഡുകൾ കാണാം. ആനകളൊക്കെ റോഡിൽ കൂടി ക്രോസ് ചെയ്യാൻ ചാൻസുകളുള്ളതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. റാന്നി ഫോറസ്റ്റിൻ്റെ അണ്ടറിലാണ് ഈ വനം വരുന്നത്. ഇവിടെ നമ്മളൊരു സൈൻ ബോർഡ് കാണുന്നുണ്ട്. വലത്തോട്ട് പോകുന്നത് പത്തനംതിട്ട, ചെങ്കോട്ട, തിരുവനന്തപുരം. ഇടത്തോട്ട് പോകുന്നത് നിലയ്ക്കൽ, പമ്പ, ശബരിമല. നമുക്ക് പോകേണ്ടത് ഇടത്തോട്ടാണ്. ഇടത്തോട്ട് പോകുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാം. അത് കഴിഞ്ഞ് വേണം നമ്മൾ നേരെ പമ്പയിലേക്ക് പോകാൻ. നമ്മളിപ്പോൾ കാണുന്നത് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കവാടമാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഗവൺമെൻറ് സ്കൂളും കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ കാണുന്നതാണ് പമ്പയിലെ KSRTC ബസ് സ്റ്റാൻഡ്. സീസൺ സമയമാകുമ്പോഴത്തേനും ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇപ്പോൾ കണ്ടില്ലേ, വളരെ ശാന്തമായിട്ട് കിടക്കുന്നത്. നമ്മളങ്ങനെ വനത്തിലൂടെയെല്ലാം യാത്ര ചെയ്ത് അവസാനം പമ്പയിലേക്ക് എത്തിയിരിക്കുകയാണ്. പമ്പാ നദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് കാണുന്ന ഈ പാലത്തിൻ്റെ പേര് ത്രിവേണി പാലം എന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഒച്ചയോ ബഹളങ്ങളോ ആൾക്കാരോ ഒന്നുമില്ല. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ഹോട്ടലുകളും പിന്നെ അവിടെയുള്ള കടകളും എല്ലാമാണ്. പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാവാം കടകളൊന്നും തുറന്നിട്ടില്ല.
ഇനി അടുത്ത സീസണിന് വേണ്ടി മാത്രമേ അതെല്ലാം തുറക്കത്തുള്ളൂ. ഈ കാണുന്ന ട്രാക്ടറുകളൊക്കെ ശബരിമലയിലേക്ക് പോകുന്നതാണ്. ഇടതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ കസേര പോലെ കുറേ സാധനങ്ങൾ അവിടെ ചാരി വെച്ചേക്കുന്നത് കാണാൻ പറ്റും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഡോളി. അതായത് ശബരിമലയിലേക്ക് കയറിപ്പോകാൻ പറ്റാത്ത ഭക്തന്മാർക്ക് ഇവർ അവിടെ വരെ നമുക്ക് എത്തിച്ചു കൊടുക്കും. അതായത് അവിടെ തൊഴിൽ ചുമന്നുകൊണ്ട് അവിടെ വരെ അവർ എത്തിക്കും. അതിനുള്ള പ്രത്യേക ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അത് സീസൺ ആകുമ്പോൾ മാത്രമേ അവർ വരാറുള്ളൂ. ഈ പോകുന്നത് നേരെ ഗണപതി കോവിലേക്കുള്ള വഴിയാണ്. പക്ഷെ ഞങ്ങൾ ഗണപതി കോവിൽ കയറിയില്ല, ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തത്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുപാട് ട്രാക്ടറുകൾ കാണാൻ പറ്റും. ഇതെല്ലാം ശബരിമലയിലേക്ക് ഓരോരോ സാധനങ്ങളും എല്ലാം എത്തിക്കുന്ന പ്രത്യേക ഗതാഗത മാർഗമാണ്. ആ കാണുന്നതാണ് പമ്പയിലെ പെട്രോൾ പമ്പ്. അതുപോലെ തന്നെ വലതുവശത്ത് നമുക്കൊരു KSRTC ബസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പമ്പാ നദി നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ കാണുന്നതാണ് ആ ഫുൾ വ്യൂ കാണുന്നത്. അങ്ങനെ നമ്മൾ പമ്പയിൽ നിന്ന് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് കാണുന്നതാണ് ഒരു 4 സ്റ്റേഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ കാണാൻ വരുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇടാതിരിക്കുക. പ്രത്യേകം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരിക്കലും ഇവിടെ ഇടാതിരിക്കുക.